ഗായ്സ്, ഞാൻ വെഡ്ഡിങ് സീരീസ് ഒരുപാട് പാർട്ട് ഇട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് അതിൽ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒറ്റ വീഡിയോ ആണിത്. ഞാൻ എൻ്റെ വെഡ്ഡിങ്ങിൻ്റെ ഔട്ട്ഫിറ്റ്സ് എല്ലാം ഞാൻ ചെയ്യിപ്പിച്ച ഈ ഡിസൈൻ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ ഒരു ബൊട്ടീക്കിലാണ്. ഇതൊരു ബ്രൈഡൽ ആയിട്ടുള്ള ഡിസൈനറാണ്. അടിപൊളിയായിട്ട് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു, അതിൻ്റെ അപ്പുറമായിട്ട് എനിക്ക് ഫുള്ള് ചെയ്തു തന്നായിരുന്നു. ഒരു വെഡ്ഡിങ്ങിൻ്റെ 5 days മുമ്പ് വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ടെൻഷനായിട്ടുള്ള ഒരു പാർട്ടാണ് നമ്മളെ ഡ്രസ്സാണെങ്കിൽ ഔട്ട്ഫിറ്റ് എങ്ങനെ ആവും എന്ന്. ഞാൻ വന്നതിൻ്റെ പിറ്റേണാണോ സാരി എടുക്കാൻ പോയതും അതിൻ്റെ ബ്ലൗസ് ഞാൻ അന്ന് തന്നെ കൊണ്ട് കൊടുത്തു. പുള്ളിക്കാരി എമർജൻസി ആയിട്ട് 2 days കൊണ്ട് തന്നെ എനിക്ക് സ്റ്റിച്ച് ചെയ്തു തന്നു. എക്സ്പെൻസീവ് ആണെങ്കിലും അതിനോട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. ആൻഡ് ഞാൻ ഓൺലൈൻ ത്രൂ തന്നെയായിരുന്നു ഞങ്ങളെ കമ്മ്യൂണിക്കേഷൻ. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷേ ഞാൻ ഏത് മെസ്സേജ് അയച്ചാലും ടൈം ഡിഫറൻസ് ആണെങ്കിലും എനിക്ക് കാണുമ്പോൾ തന്നെ റെസ്പോണ്ട് ചെയ്യുമായിരുന്നു. എനിക്ക് അങ്ങനെയുള്ള ഒരു ബൊട്ടീക്കാരൻ ഞാൻ നോക്കിയെടുത്ത് ഒരുപാട് സെർച്ച് ചെയ്തിട്ട് ഒരു ഫ്രണ്ടിൻ്റെ റെഫറൻസ് ത്രൂ ആണ് ഞാൻ ഇതിൽ കോൺടാക്ട് ചെയ്യുന്നത്. പിന്നെ ഒരുവിധം എല്ലാം ഓൺലൈൻ മെഷർമെൻറ്റ് ത്രൂ അവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഹാൻഡ് വർക്ക് ആണെങ്കിലും റെഡിമെയ്ഡ് ആണെങ്കിലും ഇത് എനിക്കൊന്ന് ഒരു 5 outfits സംതിങ് ഉണ്ടായിരുന്നു ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ. ഞാൻ നാട്ടിൽ വന്നു പിറ്റേന്ന് തന്നെയാണ് ഞാൻ ഇവിടെ പോയി പിന്നെ ഹീൽസ് വെച്ചിട്ട് ലെങ്ത് എടുക്കണമായിരുന്നു. അപ്പോൾ അതിന് ഞാൻ ഹീൽസ് കൊണ്ടുപോയി അതിൻ്റെ മെഷർമെൻറ്റ് അറ്റ് ദ ടൈമായിട്ട് അവിടെ നിന്ന് എടുത്ത് കുറച്ച് ഹറിയപ്പ് ആണെങ്കിലും സംഭവം എല്ലാം അടിപൊളിയായിട്ട് തന്നെയാണ് പുള്ളിക്കാരി ചെയ്ത് തന്നത്. അതിനെനിക്ക് എത്ര നന്ദി പറഞ്ഞാലും എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവത്തില്ലെന്ന് അറിയാം. പക്ഷെ അത്ര പെർഫെക്റ്റ് ആയിട്ട് അടിപൊളിയായിട്ട് ചെയ്ത് തന്നു. ഓരോ ഔട്ട്ഫിറ്റിന് എനിക്കൊരു ഐഡിയാസ് ഉണ്ടായിരുന്നു ഏതിനൊക്കെ ഏതാണ്. പക്ഷെ അതിൻ്റെ അപ്പുറമായിട്ടാണ് പുള്ളിക്കാരി ഹെൽപ്ഫുള്ളായിട്ട്. എനിക്ക് ആ ബൊട്ടീക്കിൽ വേറെ ഒരാളുമായിട്ട് പോലും എനിക്കൊരു കമ്മ്യൂണിക്കേഷനോ ഒന്നുമില്ല. പുള്ളിക്കാരി എന്നെ തന്നായിരുന്നു ഫസ്റ്റ് തൊട്ട് അറ്റ് ദ ഇനിഷ്യൽ സ്റ്റേജ് വരെയും എനിക്ക് ഫുള്ള് ചെയ്ത് തന്നത്. ആൻഡ് ഇതായിരുന്നു ബ്രൈഡലിൻ്റെ ബ്ലൗസ്. അധികം വർക്കിങ്സ് ഇല്ല, പക്ഷെ എനിക്ക് അങ്ങനെ വേണമായിരുന്നു, അതുകൊണ്ട് അതേ രീതിയിൽ തന്നെ ചെയ്ത് തന്ന. ഇത് ലെഹങ്ക ആയിരുന്നു. എനിക്ക് വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇത് ബർത്ത്ഡേ ഫംഗ്ഷൻ്റെ ഒരു ഔട്ട്ഫിറ്റായിരുന്നു, പക്ഷേ ഇതൊന്ന് ടൈറ്റ് ചെയ്യണമായിരുന്നു. അവിടെ ചെന്ന് പിന്നെ ഇട്ട് നോക്കിയായിരുന്നു ഓൾട്രേഷൻ നമ്മൾ ഫുള്ള് ചെയ്തിരുന്നത്. അധികം ഓൾട്രേഷൻ ചെയ്യാനായിട്ടൊന്നുമില്ലായിരുന്നു. ആൻഡ് ഇനി ഏതെങ്കിലും വെഡ്ഡിങ് ഔട്ട്ഫിറ്റ് ചെയ്യാൻ എന്തെങ്കിലും എക്സ്പെൻസീവ് ആണെങ്കിൽ ഡിസൈൻ കോൺസെപ്റ്റ് എനിക്കറിയാവുന്നവരെ എല്ലാം ഞാൻ റെക്കമെൻഡ് ചെയ്യും. കാരണം അടിപൊളിയായിട്ട് അതനുസരിച്ച് അവർ സ്റ്റിച്ച് ചെയ്തിരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞ ഡേറ്റിൽ തന്നെ അവരത് ചെയ്ത് തരുകയും ചെയ്യും. ലിമിറ്റഡ് ടൈം കൊണ്ടായിരുന്നു എനിക്ക് ഫുള്ള് ചെയ്ത് തന്നെ, ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ലായിരുന്നു. സോ താങ്ക് യു സോ മച്ച്. എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് ഞാൻ ഒട്ടും മെഷർമെൻറ്റ് ഇവിടെ തന്നെ ആയിരുന്നു കൊടുത്തിരുന്നത്. കാരണം സേവ് ദ ഡേറ്റിൻ്റെ ആണെങ്കിലും മാരേജ് സാരിയും ലെഹങ്കയും അറ്റ് ദ ലാസ്റ്റ് റിസപ്ഷൻ ഫംഗ്ഷൻ്റെ ആണെങ്കിലും എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണെങ്കിലും എല്ലാത്തിനും ഒരു പ്രത്യേകം ഒരു ഐഡിയാസ് വെച്ചാണ് എനിക്ക് ചെയ്ത് തന്നത്. സോ എനിക്കും ഇഷ്ടപ്പെട്ടു. അവിടുന്ന് നെഗറ്റീവ് പറയാനായിട്ട് ആരുമില്ല, എല്ലാവർക്കും തന്നെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടു. സോ ദാറ്റ്സ് ഓൾ. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.